നവകേരള സദസ്സിൽ അമ്പലപ്പുഴയിലേക്കുള്ള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചു. ആലപ്പുഴ കൈതവന ജംഗ്ഷനിൽ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ ശ്രമമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വാഹനം തടയാൻ ശ്രമിച്ചത്. പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു. കളർകോട് KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. വീട് അടിച്ചു തകർത്തു. സംഭവത്തിന് പിന്നിൽ CPIM പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടാകുമ്പോൾ അവിടെ വീണ്ടും പോലീസും DYFI പ്രവർത്തകരും എത്തുന്നു എന്നുള്ളതാണ്. അതിൽ ക്രൂരമായ മർദ്ദനത്തിന് ഈ പ്രതിഷേധക്കാർ വിധേയരാകുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു മർദ്ദനത്തിലേക്കൊക്കെ പോകാനുണ്ടായ സാഹചര്യം എന്താണ്? അനുജ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആലപ്പുഴ നഗരത്തിൽ വലിയ അക്രമ പരമ്പര തന്നെ ഉണ്ടായത്. ഞാൻ നിൽക്കുന്ന നിലവിൽ KPCC ജനറൽ സെക്രട്ടറി MJ ജോബിൻ്റെ വീടിൻ്റെ മുൻപിലാണ്. അല്പനേരം മുൻപാണ് ഈ MJ ജോബിൻ്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. CPIM പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. 4 പേരടങ്ങുന്ന സംഘം ബൈക്കിൽ മാരകായുധങ്ങളുമായി എത്തി വീടിൻ്റെ ജനൽ ചില്ലകളും ഒപ്പം തന്നെ വീടിനകത്ത് പ്രവേശിച്ച് വീട്ടിൽ ഈ സമയത്ത് MJ ജോബിനെ കൂടാതെ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ തന്നെ അടിച്ചു തകർത്തു. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കസേര അടക്കമുള്ള കാര്യങ്ങളാണ്. റോഡിന് സമീപത്തുള്ള വീടാണ്. ഈ വീട്ടിലേക്ക് കടന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ CPIM പ്രവർത്തകർ 4 പേർ ചേർന്ന് ജനൽ ചില്ലുകളും ഒപ്പം തന്നെ ഗൃഹോപകരണങ്ങളും അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൊട്ട് മുൻപാണ് ഈ കളറോഡ് ജംഗ്ഷനിൽ നിലവിൽ ആക്രമണം ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള കൈതവന ജംഗ്ഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. അവിടെ വെച്ച് DYFI പ്രവർത്തകരും പോലീസും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവരെ ആക്രമിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് പിന്നീട് CPIM പ്രവർത്തകർ ഈ വീട്ടിലേക്ക് എത്തി ഈ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. ഈ വീട്ടിലെ ആളോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എപ്പോഴായിരുന്നു സംഭവം? അതായത് ഞാൻ പുറത്തോട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോയി വന്നു കയറി ഇവിടെ അടുക്കളയിൽ മാവ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു, ഭയങ്കരമായിട്ട് വലിയ ശബ്ദം. ഞാൻ ഓടിച്ചെന്നപ്പോൾ 3-4 പേര് അകത്തോട്ട് വരുന്നു. ഇതെല്ലാം തള്ളി ഇടുവാണ്. എന്നിട്ട് നമ്മളെയും തള്ളിയിട്ട് ഇവർ ഓടുക. എങ്ങോട്ടൊക്കെയാണ് ഓടുന്നതെന്ന് അറിയാം. അതിൻ്റെ പുറകെ ഞാൻ കാണുന്നത് പോലീസുകാർ വരുന്നു. അങ്ങനെ പോലീസുകാർ വന്നിട്ട് കണ്ടാലറിയാവുന്ന 3-4 പേരുണ്ട്. 4 പേരെ കണ്ടാൽ എന്നെ ആക്രമിക്കാൻ തള്ളി ഇങ്ങോട്ട് എന്നെ തള്ളിയിട്ട് അത്രേ ഉള്ളൂ. എനിക്ക് ആളിനെ ഒന്നും അറിയത്തില്ല, ആരെയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പുറത്തുനിന്ന് വന്നതായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ പ്രതികരണം തേടാം. ആരൊക്കെ ഉണ്ടായിരുന്നു അറിയാവോ? ഈ CPIM പ്രവർത്തകർ തന്നെയാണോ? അറിയാവുന്നവരുണ്ട്. അതിനകത്തൊരു 3-4 പേര് അറിയാവുന്നവരുണ്ട്. അത് കൂടാതെ അറിയാത്ത 7-8 പേരോട് ഉണ്ടായിരുന്നു. ഈ വീട് നേരെ ആക്രമണം ഉണ്ടാകാൻ കാരണം ഞാൻ പ്രതിഷേധത്തിന് പിന്നെ ഞാൻ പ്രവർത്തിച്ചെന്നുള്ള രീതിയിലാണ് അവർ കയറി ആക്രമണം കാണിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിൻ്റെ പേരിലുള്ള അതിൻ്റെ റിയാക്ഷനായിട്ടാണ് ഇവിടെ വന്ന് കയറി തല്ലിപ്പൊളിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തത്. ഞാൻ വൈഫിനെ കയറി ആക്രമിച്ചു. ഇവിടെ മുഴുവൻ കയറി തല്ലിപ്പൊളിച്ചിട്ട് അവന്മാർ ഓടിപ്പോയി. 2-3 പേരെ പോലീസുകാർ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അനുജ, ഈ സംഭവം ഉണ്ടാകുന്ന തൊട്ട് മുൻപാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നഗരത്തിൽ പല സ്ഥലത്തും മുഖ്യമന്ത്രിയുടെ വ്യൂഹത്തിന് നേരെ പ്രതിഷേധിച്ചത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനടക്കം ക്രൂരമായ മർദ്ദനമേറ്റു. AD തോമസിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. AD തോമസ് അടക്കമുള്ള ഏതാനും പ്രവർത്തകരെ ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും ചേർന്ന് നിങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നത് ശരിയാണ്? വളരെ സമാധാനപരമായി ജനാധിപത്യ രീതിയിൽ കരിങ്കൊടി കാണിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകരെ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലും കൈതവന ജംഗ്ഷനിലിട്ടും വളരെ മൃഗീയമായി DYFIക്കാരും SFIക്കാരും ചേർന്ന് മൃഗീയമായി ഉപദ്രവിക്കുകയായിരുന്നു. അവിടുന്ന് പരിപാടികൾ കഴിഞ്ഞ് സ്ഥിരമായി ഞങ്ങളുടെ KPCC ജനറൽ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ളതാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് വന്നിരിക്കുകയും CPIM നിന്ന് CITയിലെ ഒരു പ്രവർത്തകൻ റജീബ് അലി എന്ന് പറയുന്ന പ്രവർത്തകൻ ആദ്യം മാരകമായി ഇവിടെ കടന്നു കയറുകയും കല്ലെറിയുകയും ചില്ല് പൊട്ടിക്കുകയും ഇവിടുത്തെ വീട്ടിലെ നിങ്ങൾ തന്നെയാണ് എന്തുമാണ് ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്, എന്തുവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? വളരെ മോശമായ പ്രവണത, അതായത് ഒരു അക്രമം അഴിച്ചു വിടുക. അനുജ, ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് പല സ്ഥലങ്ങളിലും പ്രതിഷേധമുണ്ടായി. അവിടെയൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങി ഈ KSU ജില്ലാ പ്രസിഡന്റിനെ അടക്കം മർദ്ദിച്ചു, തലയ്ക്ക്
പരിക്കേറ്റു. പിന്നീട് രണ്ടാമത് ഇതിൽ പ്രതിഷേധിച്ചാണ് കൈതവന ജംഗ്ഷനിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ ശ്രമിക്കുകയും അവിടെ വെച്ച് കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ഈ നിലവിൽ ഇവർ ആരോപിക്കുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, KSU പ്രവർത്തകരെ, DYFI പ്രവർത്തകരും പോലീസും ചേർന്ന് മർദ്ദിച്ചു എന്നിവർ പറയുന്നു. ഇപ്പോൾ ഈ ആലപ്പുഴ നഗരത്തിലെ കളർകോട് ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. വീടിന് ചുറ്റും ഇപ്പോഴും DYFI പ്രവർത്തകരുണ്ട്. പോലീസ് ഒന്നും ചെയ്യുന്നില്ല, പോലീസ് നിസ്സംഗരായി നിൽക്കുകയാണ് എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇനിയും നിലവിൽ മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ്സ് നടക്കുന്നത് കുട്ടനാട്ടിലാണ്. അടുത്ത സദസ്സ് ഹരിപ്പാടാണ്. ഇനിയും തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. സംഘർഷ സാധ്യത കൂടി സ്ഥലത്തുണ്ടെന്നാണ് പോലീസും അറിയിക്കുന്നത്. ആലപ്പുഴയിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു. പോലീസും DYFI, SFI പ്രവർത്തകരും ചേർന്നാണ് മർദ്ദിച്ചത് എന്നതാണ് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത്. അതിനിടെയാണ് കളർകോട് KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. വീട് അടിച്ചു തകർക്കുന്നു. സംഭവത്തിന് പിന്നിൽ CPIM പ്രവർത്തകരാണ്. താനാണ് ഈ പ്രതിഷേധം ആസൂത്രണം ചെയ്തതെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാകാം ആക്രമണം ഉണ്ടായത് എന്നതാണ് ജോബ് 24നോട് പറഞ്ഞത്.